പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ 2ാം യൂണിറ്റ് ഹരിതത്തിലെ ഞാവൽക്കാട് എന്ന പാഠഭാഗമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിണ്ടാണി NB പിള്ളയുടെ കാടുണരുന്നു എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ട കഥയാണ് ഞാവൽക്കാട് എന്ന പാഠഭാഗം. അദ്ദേഹം 1929 ഡിസംബർ 29-ാം തീയതി എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് അയ്യരൂരിൽ ജനിച്ചു. അധ്യാപകനായിരുന്നു. കൃതികൾ കരമൊട്ടുകൾ, കാടുണരുന്നു, ആനക്കാരൻ അപ്പുണ്ണി, കുട്ടനും കിട്ടനും തുടങ്ങിയവയാണ്. 2011 അന്തരിച്ചു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ പാഠഭാഗം കൂട്ടുകാരെല്ലാം വായിക്കണം കേട്ടോ. കഥയുടെ ചുരുക്കം ഞാൻ പറയാം. വടക്കൻ മലയിലെ പടുകൂറ്റൻ ഞാവൽമരം പക്ഷികളുടെ താവളമാണ്. മനുഷ്യർ അവിടെ കാലുകുത്താറില്ല. ഗരുഡമ്മാവനാണ് പക്ഷികളുടെ നേതാവ്. ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ്. ഒരു രാത്രി ഏതാനും നാട്ടുമനുഷ്യർ ഞാവൽക്കാടിനു തീവെച്ചു. ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരുമാണ് കാട്ടിൽ തീയാളുന്ന കാഴ്ച ആദ്യം കണ്ടത്. പക്ഷികൾ പരിഭ്രാന്തരായി. ഗരുഡമ്മാവൻ പക്ഷികളെ സമാധാനിപ്പിച്ചു. ചില പക്ഷികൾ കാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. കാക്കകൾ താവളം വെടിഞ്ഞു പോയി. മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലരും താവളം വിടാനൊരുങ്ങി. അർദ്ധരാത്രിയിൽ പെട്ടെന്ന് മഴ പെയ്തു. കോരിച്ചൊരിഞ്ഞ മഴ കാട്ടിലെ തീ കെടുത്തി. പക്ഷികൾ ആഹ്ലാദിച്ചു. മനുഷ്യരുടെ അതിക്രമങ്ങളാണ് ഞാവൽക്കാട് എന്ന കഥയിലൂടെ പങ്കുവയ്ക്കുന്നത്. ജീവജാലങ്ങൾക്കെല്ലാം ഭൂമിയിൽ അവകാശമുണ്ടെന്നും മനുഷ്യർ കാടിനെ അതിക്രമിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് അപകടത്തിലാകുന്നതെന്നും ഈ പാഠഭാഗത്തിലൂടെ തിരിച്ചറിവ് നൽകുന്നു. കൂടാതെ അപകടത്തിലാകുമ്പോൾ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാതെ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ചിന്താഗതി നല്ലതല്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കൂട്ടുകാരെ, ഈ പാഠഭാഗത്തിലുള്ള പരിചിതമല്ലാത്ത പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപാരം, അതിരില്ലാത്തത്. ഉപായം, മാർഗം. ദൃഷ്ടി, കണ്ണ്. വെടിയുക, ഉപേക്ഷിക്കുക. അത്യാഹ്ലാദം, അതിയായ സന്തോഷം. പരിഭ്രമിക്കുക, പേടിക്കുക. കൽപ്പന, ആജ്ഞ. കൂട്ടുകാരെല്ലാവരും 1-2 തവണ കഥ നന്നായി ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. ഇനി നമുക്ക് 1ാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പറയാം, എഴുതാം. 1ാമത്തെ ചോദ്യം നോക്കൂ. ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ്? പക്ഷികളുടെ താവളമായ ഞാവൽക്കാട്ടിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശല്യമുണ്ടാകാറില്ല. സന്ധ്യയായാൽ ഞാവൽക്കാടും പരിസരവും സംഗീതം കൊണ്ട് നിറയും. ഞാവൽക്കായ് പഴുത്താൽ രാവും പകലും തീറ്റയാണ്. പഴങ്ങൾ തീരുന്നതുവരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല. അതുകൊണ്ടാണ് ഞാവൽക്കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത്, അല്ലേ? ഇനി 2ാമത്തെ ചോദ്യം നോക്കൂ. ഞാവൽക്കാട്ടിലെ തീ പക്ഷികൾക്ക് ഏറെ വിഷമമുണ്ടാക്കി. തീ പടർന്നിരുന്നെങ്കിൽ മറ്റേതൊക്കെ ജീവികൾക്കാണ് പ്രയാസമുണ്ടാവുക? ഏതൊക്കെ ജീവികൾക്കാണ്? കാട്ടിലെ ജീവികളായ സിംഹം, പുലി, കടുവ, ആന, മയിൽ, പാമ്പ്, അങ്ങനെ കാട്ടിൽ താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കാട്ടുതീ കൊണ്ട് പ്രയാസമുണ്ടാകും. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. കണ്ടെത്താം. കാട്ടുതീ, കാട്ടുമനുഷ്യൻ, ഇതുപോലെ കാടു ചേർന്ന് വരുന്ന പദങ്ങൾ കണ്ടെത്തി എഴുതുക. പറഞ്ഞു നോക്കൂ. കാട്ടുതീ, കാട്ടുമനുഷ്യൻ, അതുപോലെ കാട്ടുചോല, കാട്ടുപക്ഷി, കാട്ടുപൂവ്, കാട്ടുചെമ്പകം, കാട്ടുതേൻ, കാട്ടാന, കാട്ടാറ്, കാട്ടരുവി, കാട്ടുജാതി, കാട്ടുപോത്ത്, കാട്ടുപന്നി, കാട്ടുപൂച്ച, കാട്ടാളൻ, കാട്ടുപാത. ഇതൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതി വെക്കണം കേട്ടോ കൂട്ടുകാരെ. അടുത്ത പ്രവർത്തനം നോക്കൂ. ഉചിതമായി പൂരിപ്പിക്കാം. കിളികളുടെ കലപില ശബ്ദം. അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ. ഇതുപോലെ ഉചിതമായ പ്രയോഗങ്ങൾ വലയത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാം. ഇവിടെ ഒറ്റയ്ക്കെടുത്താൽ അർത്ഥമില്ലെങ്കിലും വാക്യസന്ദർഭങ്ങളിൽ അർത്ഥപൂർണമാകുന്ന പദങ്ങളാണിവ. അതായത് ശബ്ദം കൊണ്ട് അർത്ഥം ധ്വനിപ്പിക്കുന്ന പദങ്ങൾ. പാഠപുസ്തകത്തിലെ പേജ് 31 പ്രവർത്തനം നോക്കൂ. നേരം പരപരാ വെളുത്തു. വാഹനങ്ങളുടെ കടകട ശബ്ദം. മഴ ചറപറ പെയ്തു. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കൂ. കിടുകിടെ വിറച്ചു. മണിമണിയായി ഉത്തരം പറഞ്ഞു.
കിലുകിലെ ചിരിച്ചു, മടമട കുടിച്ചു, കറുമുറേ തിന്നു. അവൾ പിറുപിറുത്തു, അവൾ കുശുകുശുത്തു, അവൻ കുടുകുടെ ചിരിച്ചു, അവർ കലപിലാന്ന് ബഹളം വച്ചു. അടുത്ത പ്രവർത്തനം നോക്കൂ. അഭിപ്രായം പറയാം. ഞാവൽക്കാട്ടിന് തീ പിടിച്ചപ്പോൾ മൂങ്ങകളിൽ ചെറുപ്പക്കാരായ ചിലർ മറ്റുള്ളവരെക്കുറിച്ച് ആലോചിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ തീരുമാനം ശരിയായിരുന്നു. എന്തുകൊണ്ട്? എന്താണ് കൂട്ടുകാരുടെ അഭിപ്രായം? ഈ തീരുമാനം ശരിയാണോ? അല്ല, എല്ലാവരും ഒത്തുചേർന്ന് നേരിടണമായിരുന്നു, അല്ലേ? അടുത്ത പ്രവർത്തനം പോസ്റ്റർ തയ്യാറാക്കാം. മൃഗങ്ങൾ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം കാടിന് നേർക്കുള്ള അതിക്രമങ്ങൾക്ക് എതിരെ പോസ്റ്റർ പതിക്കാൻ തീരുമാനിച്ചു. പോസ്റ്റർ തയ്യാറാക്കാൻ നിങ്ങൾക്ക് അവരെ സഹായിക്കാമോ? പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? എന്താണ് പോസ്റ്റർ? ഒരു പ്രത്യേക ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ചിത്രങ്ങളും ലഘുവാക്യങ്ങളും ഉൾപ്പെടുത്തി ആകർഷകമാക്കുന്നതാണ് പോസ്റ്റർ. കൂട്ടുകാരും ആകർഷകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കണേ. അടുത്തതായി പത്രവാർത്ത തയ്യാറാക്കാം. മഴ കോരിച്ചൊരിഞ്ഞപ്പോൾ തീ അണഞ്ഞു. പിറ്റേന്ന് വനശബ്ദം പത്രത്തിലെ പ്രധാന വാർത്ത ഇതായിരുന്നു. ആ വാർത്ത എങ്ങനെയായിരിക്കും? എഴുതി നോക്കൂ. പത്രവാർത്ത എഴുതുമ്പോൾ എന്തെല്ലാം വേണം? തലക്കെട്ട്, സ്ഥലം, സമയം, സംഭവം, അല്ലേ? ഇവിടെ എന്താണ് തലക്കെട്ട്? മഴ കോരിച്ചൊരിഞ്ഞപ്പോൾ തീ അണഞ്ഞു. വടക്കൻമല. വടക്കൻമലയിലുള്ള ഞാവൽക്കാടിന് ഒരു കൂട്ടം ആളുകൾ ഇന്നലെ തീയിട്ടു. അനേകം പക്ഷികളുടെ താവളമാണ് ഞാവൽക്കാട്. ഞാവൽക്കാട്ടിലെ താമസക്കാരായ ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരുമാണ് ഈ കാഴ്ച ആദ്യം കണ്ടത്. പക്ഷികളെല്ലാം തീ പടരുന്നത് കണ്ട് പരിഭ്രാന്തരായി. പക്ഷികളുടെ നേതാവായ ഗരുഡമ്മാവൻ എല്ലാവരെയും സമാധാനിപ്പിക്കുകയും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. കാക്കകളിൽ ചിലർ താവളം വിട്ടുപോയി. ചെറുപ്പക്കാരായ മൂങ്ങകളും സ്ഥലം വിടാനൊരുങ്ങി. പെട്ടെന്ന് കാട്ടിൽ ഒരു മഴ പെയ്തു. തീ അണഞ്ഞപ്പോൾ പക്ഷികൾക്ക് ആശ്വാസമായി. മനുഷ്യർ നിരാശരായി നാട്ടിലേക്ക് മടങ്ങി. ഞാവൽക്കാട് തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരെ പക്ഷികളുടെ നേതാവായ ഗരുഡമ്മാവൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ മാതൃകയിൽ നിങ്ങളും ഒരു പത്രവാർത്ത എഴുതുക. അടുത്തതായി വായിച്ചാസ്വദിക്കൂ, കുറിപ്പെഴുതൂ. പി. മധുസൂദനൻ നായരുടെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. കവിതയൊന്ന് പാടി നോക്കാം. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം, അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. എന്താണ് ഈ കവിതയിൽ പറയുന്നത്? എന്തിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? കവി നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കിളിയെക്കുറിച്ച്, മരത്തെക്കുറിച്ച്, പുഴ, പഴം, പൂവ് എന്നിവയെക്കുറിച്ചൊക്കെ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ എത്ര കിളികളെ കണ്ടിട്ടുണ്ട്? എത്ര കിളികളുടെ പാട്ട് കേട്ടിട്ടുണ്ട്? നമുക്ക് ചുറ്റും കാണാത്ത കിളികളില്ലേ? പുഴകളും പൂക്കളും പഴങ്ങളുമില്ലേ? നമുക്ക് ചുറ്റും നാം കാണാത്ത പലതുമുണ്ട്. നമുക്കറിയാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, അല്ലേ? ഇനി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയാലോ? പി. മധുസൂദനൻ്റെ എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിതയാണിത്. ഈ കവിതയിൽ കവി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ്റെ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ്റെ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. പ്രകൃതിയെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം അറിയാമെന്ന് അന്വേഷിക്കുകയാണിവിടെ. ഒടുവിൽ അറിയാൻ ഒരുപാട് ബാക്കിയുണ്ടെന്ന് നാം തിരിച്ചറിയുന്നു. പ്രകൃതിയോട് നമുക്കുള്ള ബന്ധത്തെയാണ് കവിത വിശകലനം ചെയ്യുന്നത്. പ്രകൃതിയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്കറിയൂ. നാം പ്രകൃതിയിൽ നിന്നും അകലുകയാണ്. അതുകൊണ്ട് പ്രകൃതിയെ അറിഞ്ഞു ജീവിക്കുക. പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളും നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുള്ളവരാണെന്ന് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതും നോട്ട് ബുക്കിലേക്ക് എഴുതി വയ്ക്കാൻ മറക്കരുത് കേട്ടോ. പാഠപുസ്തകത്തിലെ പേജ് 33 ഓല കൊണ്ട് തത്തയെ ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കൂ. അതുപോലെ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണേ. അടുത്ത പ്രവർത്തനം എഴുതാം, അഭിനയിക്കാം. ഞാവൽക്കാട്ടിന് മനുഷ്യർ തീ വെച്ചതിൽ പ്രതിഷേധിച്ച് മൃഗരാജൻ്റെ നേതൃത്വത്തിൽ കാട്ടിൽ യോഗം ചേർന്നു.
പക്ഷികളും മൃഗങ്ങളും ഒത്തുകൂടിയ യോഗത്തിൽ ഓരോ ജീവിയും അവരവരുടെ അഭിപ്രായം പറഞ്ഞു. എന്തൊക്കെയാവാം അവർ പറഞ്ഞത്? കൂട്ടുകാർ വ്യത്യസ്ത മൃഗങ്ങളുടെ പേരെഴുതി അതിനു നേരെ അവർ പറഞ്ഞിരിക്കാവുന്ന അഭിപ്രായങ്ങൾ എഴുതി സംഭാഷണ രൂപത്തിലാക്കണം. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹരാജൻ അല്ലേ? സിംഹരാജൻ എന്തായിരിക്കും പറഞ്ഞിരിക്കുക? സംഭാഷണ രൂപത്തിൽ എഴുതി നോക്കാം. സിംഹരാജൻ: പ്രിയരെ, നമ്മുടെ കാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കടുവ: അതേ സിംഹരാജൻ, മനുഷ്യരാണ് നമ്മുടെ ശത്രുക്കൾ. മൂങ്ങ: ഈ മനുഷ്യർ എന്തിനാണ് നമ്മളെ ഉപദ്രവിക്കുന്നത്? മുയൽ: ഇങ്ങനെ പോയാൽ നമ്മൾ എങ്ങനെ ഈ കാട്ടിൽ ജീവിക്കും? മാൻ: നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാം. ഇനി മറ്റു മൃഗങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി നോക്കൂ. അടുത്ത പ്രവർത്തനം നോക്കാം. വിരുന്നുകാർ ആരൊക്കെ? നിങ്ങളുടെ പരിസരത്ത് ഇടയ്ക്കിടെ വിരുന്നു വരുന്ന പക്ഷികളില്ലേ? അവയിൽ ഒന്നിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാമോ? ഏതൊക്കെ പക്ഷികളാണ് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരിക? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതാ അമ്മു എഴുതിയ കുറിപ്പ് വായിച്ചു നോക്കൂ. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ. എൻ്റെ വീട്ടു പരിസരത്ത് എന്നും വരുന്ന ഒരു പക്ഷിയാണ് ചെമ്പോത്ത്. കാക്കയെപ്പോലെ കറുത്ത ശരീരവും തവിട്ടു നിറത്തിലുള്ള ചിറകുകളും ചുവന്ന കണ്ണുകളുമാണ് ഈ പക്ഷിക്കുള്ളത്. ചെറുപ്രാണികളെയും പുഴുക്കളെയും തിന്നാനാണ് ചെമ്പോത്ത് എൻ്റെ വീട്ടു പരിസരത്ത് വരുന്നത്. മെല്ലെ മെല്ലെ നടന്ന് വളരെ സൂക്ഷിച്ചു നോക്കി ഇര തേടുന്നത് കാണാൻ നല്ല രസമാണ്. ചില ശബ്ദവും ഈ പക്ഷി ഉണ്ടാക്കുന്നു. ചെമ്പോത്തിനെ കാണാൻ മനോഹരമാണെങ്കിലും ഇതിൻ്റെ ശബ്ദം അത്ര മാധുര്യമുള്ളതല്ല. അസ്തമയ സൂര്യനെ പോലെ തിളങ്ങുന്ന കണ്ണുകളാണ് ഈ പക്ഷിയുടെ പ്രത്യേകത. എന്നും വരുന്ന ചെമ്പോത്തിനെ കാണാൻ എനിക്കേറെ ഇഷ്ടമാണ്. ഇതുപോലെ നിങ്ങളുടെ വീട്ടു പരിസരത്ത് വരുന്ന പക്ഷിയെക്കുറിച്ചും ഒരു കുറിപ്പ് തയ്യാറാക്കി നോക്കൂ. അടുത്തത് കഥ തുടരാം. മഴയാണ് ഞാവൽക്കാടിനെ തീയിൽ നിന്ന് രക്ഷിച്ചത്. മഴ പെയ്തില്ലായിരുന്നെങ്കിലോ? കഥ തുടർന്ന് എഴുതി നോക്കൂ. അർദ്ധരാത്രി സമയം എന്ന് തുടങ്ങുന്ന ഖണ്ഡിക മുതൽ കഥ മാറ്റി എഴുതുക. ഇതാ ചിന്നുമോൾ എഴുതിയ കഥ വായിച്ചു നോക്കൂ. അർദ്ധരാത്രി സമയം. ഗരുഡമ്മാവൻ വൃക്ഷത്തണലിൽ ഉറക്കമിളച്ചിരിക്കുകയാണ്. പക്ഷികളുടെ നേതാവായ ഗരുഡമ്മാവൻ പറഞ്ഞു: കൂട്ടരെ, നമുക്കൊരാപത്തു വന്നാൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്. നമുക്കൊറ്റക്കെട്ടായി നിന്ന് ഈ കാട്ടുതീ ഇല്ലാതാക്കാം. ഗരുഡമ്മാവൻ എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. കാട്ടുതീ ഇരച്ചു കയറുകയാണ്. സഹിക്കാൻ വയ്യാത്ത ചൂട്. ഗരുഡമ്മാവൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പക്ഷികൾ മനുഷ്യരുടെ നേരെ പാഞ്ഞടുത്തു. കൂർത്ത നഖങ്ങളും കൊക്കുകളും കൊണ്ട് മനുഷ്യരെ ആക്രമിച്ചു. മനുഷ്യർ നിലവിളിച്ചുകൊണ്ട് കാടുവിട്ടോടി. അപ്പോഴേക്കും തീ പിന്നെയും പടർന്നു പിടിച്ചു. ഇതുകണ്ട് കാട്ടാനക്കൂട്ടങ്ങൾ കാട്ടരുവിയിൽ നിന്ന് തുമ്പിക്കൈയിൽ വെള്ളം ശേഖരിച്ച് തീ കെടുത്തി. അങ്ങനെ ഞാവൽക്കാട്ടിലെ മൃഗങ്ങളെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഇതുപോലെ നിങ്ങളും സ്വന്തമായി കഥ എഴുതി നോക്കൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ഈ ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.